വാർത്താമാധ്യമങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകള് വ്യാപകമായി നീക്കം ചെയ്യപ്പെട്ട സംഭവത്തില് ഒടുവില് ഔദ്യോഗിക വിശദീകരണവുമായി മെറ്റ രംഗത്തെത്തി. പോസ്റ്റുകള് നീക്കം ചെയ്തത് ആരുടെയും നിർദ്ദേശപ്രകാരമല്ലെന്നും കമ്പനിയുടെ AI സോഫ്റ്റ്വെയർ അപ്ഡേഷന്റെ ഭാഗമായി സംഭവിച്ച സാങ്കേതിക പിഴവാണെന്നുമാണ് മെറ്റ വ്യക്തമാക്കിയിരിക്കുന്നത്. മെറ്റയുടെ ഇന്ത്യയിലെ നോഡല് ഓഫീസർ കേരള പോലീസിന്റെ സൈബർ ഓപ്പറേഷന് വിങ്ങിനെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. കേരളത്തില് മാത്രമല്ല രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലും സമാന രീതിയില് പോസ്റ്റുകള് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും നിലവില് ഈ സാങ്കേതിക തകരാറ് പരിഹരിച്ച് നീക്കം ചെയ്യപ്പെട്ട എല്ലാ പോസ്റ്റുകളും പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നും കമ്പനി അറിയിച്ചു. വാർത്തകള് നീക്കം ചെയ്യപ്പെട്ടതിന് പിന്നില് മുഖ്യമന്ത്രിയാണെന്നും സർക്കാരിനിതില് പങ്കുണ്ടെന്നുമുള്ള പ്രതിപക്ഷ ആരോപണങ്ങള് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചതോടെയാണ് കേരള പോലീസിന്റെ സൈബർ ഓപ്പറേഷൻസ് വിഭാഗം മെറ്റയോട് വിശദീകരണം ആവശ്യപ്പെട്ടത്. എന്നാല് വിഷയത്തില് സർക്കാരിനോ പോലീസിനോ യാതൊരു പങ്കുമില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും സൈബർ വിഭാഗവും വ്യക്തമാക്കുകയായിരുന്നു. 1 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വ്യക്തിപരമായി അവഹേളിക്കുന്നതും അശ്ലീല സ്വഭാവമുള്ളതുമായ പോസ്റ്റുകള് നീക്കം ചെയ്യാന് അപേക്ഷ നൽകാറുണ്ടെങ്കിലും ഇപ്പോൾ നീക്കം ചെയ്യപ്പെട്ട പോസ്റ്റുകള് ആ വിഭാഗത്തിൽപ്പെട്ടവയല്ലെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തില് നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി വി.ഡി. സതീശനും രംഗത്തെത്തിയിരുന്നു. വാർത്തകള് നീക്കം ചെയ്യിക്കാന് തനിക്ക് മെറ്റയില് യാതൊരു സ്വാധീനവുമില്ലെന്നും ആവശ്യമെങ്കില് മെറ്റയ്ക്ക് കത്തെഴുതാന് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ ഓഫീസിന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജായ CMO കേരള ലഭ്യമാക്കിത്തരണമെന്ന അപേക്ഷ നൽകിയിട്ട് 2 മാസമായിട്ടും മെറ്റ അത് ശരിയാക്കി നൽകിയിട്ടില്ലെന്നും താന് പറഞ്ഞിട്ടാണ് പോസ്റ്റുകള് നീക്കം ചെയ്യുന്നത് എന്ന് പറയുന്നതില് യുക്തിയില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു. തന്നെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും തിരുവനന്തപുരം ആർച്ച് ബിഷപ്പിന്റെ പ്രസംഗവും KCBCയുടെ പോസ്റ്റും പോലും ഇത്തരത്തില് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ ആരോപണങ്ങളെ പ്രതിരോധിച്ചത്. മെറ്റയുടെ ഔദ്യോഗിക വിശദീകരണം വന്നതോടെ വിവാദങ്ങൾക്ക് തൽക്കാലം ശമനമായിരിക്കുകയാണ്.